ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലേറ്റൻറ്റ് ലേണിംഗ് തിയറിയാണ്. കോഗ്നിറ്റീവ് മാപ്പ് എന്നുള്ളതും ഒക്കെ ഈ തിയറിക്കകത്ത് വരുന്ന ഒരു സിദ്ധാന്തമാണ്. ഈ തിയറി പ്രപ്പോസ് ചെയ്തത് എഡ്വേർഡ് സി ടോൾമാൻ ആണ്. Tolman was concerned with how behavior theory was to make contact with such notions as knowledge, thinking, planning, ഇൻഫറൻസസ്, പേർപ്പസ് ആൻഡ് ഇൻറ്റൻഷൻ. അതായത് ഒരു ബിഹേവിയർ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ബേസ് ചെയ്തിട്ട് കുറച്ച് കോഗ്നിറ്റീവ് ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ് ടോൾമൻ, അതായത് പ്യുവർലി ബിഹേവിയറിസം എന്നുള്ളതിന് മാറ്റിയിട്ട് ഒരു കോഗ്നിറ്റീവ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നിട്ടാണ് ടോൾമൻ്റെ ലേറ്റൻറ്റ് ലേണിംഗ് തിയറി പറയുന്നത്. സോ ഈ ഒരു തിയറി ഒരു ബെസ്റ്റ് നോൺ ഫോർ കോഗ്നിറ്റീവ് ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വളരെയധികം പേര് കേട്ട ഒരു തിയറിയാണ് ലേറ്റൻറ്റ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റിസർച്ചസ് കോഗ്നിറ്റീവ് മാപ്പിലുണ്ട്, അതുപോലെ തന്നെ ലേറ്റൻറ്റ് ലേണിംഗ് തിയറി ഉണ്ട്, അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് ഇൻ്റർവീനിങ് വേരിയബിൾസ്. ഇപ്പം അതായത് ഒരു SR കണക്ഷൻ മാത്രമൊന്നുമല്ല, എൻ്റെ എന്തൊക്കെയോ ഇൻ്റർവീനിങ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് ടോൾമാൻ കൊണ്ടുവരുന്നത്. So latent learning is a type of learning in which is not apparent in the learner's behavior at the time of learning, but which manifests later when a suitable motivation or circumstances appear. This shows that learning can occur without any reinforcement of a behavior. അതായത് ഒരു ബിഹേവിയറിന് എപ്പോഴും റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രം ഉണ്ടെങ്കിലേ നമ്മൾ പഠിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. റീഇൻഫോഴ്സ്മെൻറ്റ് ഇല്ലാതെയും നമ്മൾ പഠിക്കും. പക്ഷേ സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ടോൾമൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടോൾമൻ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. ഈ എക്സ്പെരിമെൻ്റ് അദ്ദേഹം നടത്തിയത് മെയ്സിൽ റാറ്റിനെ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു അദ്ദേഹം നടത്തിയത്. But Tolman's work challenged the behavioristic notion that all behavior and learning is a result of basic stimulus response pattern. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ സ്റ്റിമുലസ് റെസ്പോൺസ് പാറ്റേൺ എന്ന് പറയുന്നത് മാത്രമല്ല, അല്ലെങ്കിൽ അതിനെ ചാലഞ്ച് ചെയ്യാണ്. ലേണിംഗ് എന്ന് പറയുന്നത് സിംപ്ലി സ്റ്റിമുലസ് റെസ്പോൺസ് പാറ്റേൺ, സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണെന്നൊക്കെ ഉള്ള ഒരു നോഷനുണ്ട്. അത് ബിഹേവിയറിസ്റ്റിക്കിൻ്റെ നോഷനാണ്. ആ ഒരു കാര്യത്തെ ചലഞ്ച് ചെയ്യാണ് ടോൾമൻ ചെയ്യുന്നത്. സോ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം റാറ്റ്സിനെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നടത്തി. സോ ടു ഡെമോൺസ്ട്രേറ്റ് that rats could make navigational decisions based on the knowledge of the environment rather than their directional choice simply being dictated by the effects of reward. അപ്പോൾ റിവാർഡിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല ഈ മെയ്സിൽ റാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ, അതായത് റാറ്റ് മൂവ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നത്, മറിച്ച് ആ എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള നോളജിനെ കൂടെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുള്ളതാണ് ടോൾമൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഈ ഒരു കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻ്റ് നടത്തി. അതിൻ്റെ പ്രൊസീജിയർ ഇങ്ങനെയായിരുന്നു. 3 ഗ്രൂപ്പ് ഓഫ് റാറ്റ്സ് ഉണ്ടായിരുന്നു. അവരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മെയ്സിലേക്ക് വിട്ടു. അപ്പോൾ ഈ മെയ്സിൻ്റെ എൻഡിൽ ഒരു ഫുഡ് ബോക്സ് ഉണ്ട്. കുറച്ച് റാറ്റിന് ആ മെയ്സ് കംപ്ലീറ്റ് ചെയ്ത് ചെന്നപ്പോൾ ഫുഡ് കിട്ടി, പക്ഷെ വേറെ ചിലർക്ക് ഫുഡ് കിട്ടിയില്ല. ആൻഡ് മൂന്നാമതൊരു കൂട്ടർക്ക് ഫുഡ് അവൈലബിളായി, പക്ഷെ ആദ്യത്തെ 10 ദിവസം ഫുഡ് കൊടുത്തില്ല. 11ാമത്തെ ദിവസം മുതലാണ് ഫുഡ് കൊടുത്തത്. അപ്പോൾ ഈ രീതിയിലാണ് ടോൾമാൻ എക്സ്പെരിമെൻറ്റ് നടത്തിയത്. ഇപ്പോൾ ടോൾമാൻ എക്സ്പെരിമെൻ്റ് നടത്തിയ അപ്പാരറ്റസ് എന്ന് പറയുന്ന ഒരു മെയ്സാണ്. ഇത് TLE മെയ്സ് എന്ന് പറയുന്ന ഒരു മെയ്സിൻ്റെ ഇമേജാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരു എലിവേറ്റഡ് T മെയ്സ് എന്ന് പറയുന്ന ഒരു മെയ്സ് ഉണ്ട്, അതിൻ്റെ ഒരു ഇമേജാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു മെയ്സിലേക്കാണ് ഈ റാറ്റിനെ ഇദ്ദേഹം വിടുന്നത്. അപ്പം നമ്മൾ വഴി കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ള ഒരു രീതിയിലാണ് ഈ ഒരു കാര്യം ഇതിൻ്റെ അകത്തൂടെ റാറ്റ് പുറത്തു പോകാനുള്ള വഴിയാണ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്. സോ ഇവിടുത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് 3 ഗ്രൂപ്പായിട്ടാണ്, നമ്മൾ പറഞ്ഞതുപോലെ 3 ഗ്രൂപ്പായിട്ടാണ് ഇതിനെ ഈ എക്സ്പെരിമെൻറ്റിൽ റാറ്റുകളെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് റാറ്റ്സിന് എപ്പോഴും റിവാർഡ് കിട്ടിയിട്ടുണ്ട്. മൊത്തം ഇദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് 17 ദിവസം നീണ്ടു നിന്ന ഒരു എക്സ്പെരിമെൻ്റാണ്.
സോ ഡേ 1 മുതൽ 17ാമത്തെ ദിവസം വരെ എല്ലാ ദിവസവും ഈ റാറ്റ് ഈ മെയ്സിൻ്റെ അകത്തൂടെ വിടുന്ന റാറ്റ് മെയ്സിൻ്റെ അവസാനം, അതായത് എക്സിറ്റിൽ വന്നു കഴിയുമ്പോൾ ഫുഡ് കൊടുക്കും. അപ്പം ആദ്യത്തെ ഗ്രൂപ്പിന് റിവാർഡഡ് ഗ്രൂപ്പാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡിലേഡ് റിവാർഡ് ഗ്രൂപ്പാണ്. അതായത് 1 മുതൽ 10 ദിവസം വരെയുള്ള ദിവസങ്ങളിൽ റാറ്റ് പുറത്തു വരുമ്പം റാറ്റിന് ഫുഡൊന്നും കൊടുക്കുന്നില്ല. സോ എവ്രി ടൈം ദേ ഗോട്ട് ടു എൻഡ് ടേക്കൺ ഔട്ട്. അപ്പോൾ അവർ ആ മെയ്സിന് പുറത്തു വന്നാൽ അവരെ അവിടെ നിന്ന് മാറ്റും. പക്ഷേ 11 to 17 വരെയുള്ള ദിവസങ്ങളിൽ എവ്രി ടൈം ദേ ഗോട്ട് ടു എൻഡ് ദേ ആർ പ്രൊവൈഡഡ് വിത്ത് ഫുഡ്. അവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഫുഡ് എന്ന് പറയുന്നത് ഒരു റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ആ ഫുഡ് അവിടെ കൊടുക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു റിവാർഡും കിട്ടാത്ത ഒരു ഗ്രൂപ്പാണ്. അതായത് ഡേ 1 to 17 അവർ എപ്പം മെയ്സിൽ നിന്ന് പുറത്തു വന്നോ അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുള്ളതല്ലാണ്ട് അവർക്ക് യാതൊരുവിധ റിവാർഡും കൊടുത്തിട്ടില്ല. അപ്പം ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 3 ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പ് റിവാർഡഡ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് ഡിലേഡ് റിവാർഡ് ഗ്രൂപ്പ്, ആൻഡ് തേർഡ് വൺ നോ റിവാർഡ്. ഇനി എന്തായിരിക്കും ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ടാവുക? ഡിലേഡ് റിവാർഡ് ഗ്രൂപ്പ് ലേൺഡ് ദ റൂട്ട് ഓൺ 1 to 10 days and formed a cognitive map of maze. They took longer to reach the end of the maze because there was no motivation for them to perform. അപ്പോൾ ഈ രണ്ടാമത്തെ ഗ്രൂപ്പ്, അതായത് ഡിലേഡ് റിവാർഡഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അവർ ആദ്യത്തെ 10 ദിവസം കൊണ്ട് ഈ മെയ്സിനെ പറ്റിയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് മാപ്പ് അവർ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആ മെയ്സിൻ്റെ എൻഡിലെത്തുമ്പം വേറെ മോട്ടിവേഷൻ ഒന്നും കിട്ടത്തില്ലാത്തത് കൊണ്ട് അവരൊത്തിരി ഫാസ്റ്റായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ദേ ടു ലോങ്ങർ ടു റീച്ച് ദ എൻഡ്. അപ്പോൾ അതിൻ്റെ അവിടെ ആ എൻഡിലെത്താനായിട്ട് അവർ ആക്ച്വലി കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഫ്രം ഡേ 11 ഓൺവേർഡ്സ് ദേ ഹാഡ് മോട്ടിവേഷൻ ടു പെർഫോം ആൻഡ് റീച്ച് ദ എൻഡ് ബിഫോർ ദ റിവാർഡ് ഗ്രൂപ്പ്. അപ്പം ഈ 11ാമത്തെ ദിവസം മുതൽ നമ്മുടെ ഡിലേഡ് റിവാർഡ് ഗ്രൂപ്പിന് എന്ത് കൊടുത്തു? ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഫുഡ് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് പെർഫോം ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാവുകയും അവർ നേരത്തെ ആ റിവാർഡ് ഗ്രൂപ്പിനേക്കാളും കുറച്ചുകൂടി നേരത്തെ എൻഡിലെത്തുകയും ചെയ്തു. ഇനി ഇത് കാണിക്കുന്ന എന്താണ്? ദിസ് ഷോസ് ദാറ്റ് ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് ദ റെസ്പോൺസ്. സ്റ്റിമുലസ് ഏതാണ്? മെയ്സ് എന്ന് പറയുന്നത് സ്റ്റിമുലസ്, റെസ്പോൺസ് എന്ന് പറയുന്നത് ആ മെയ്സിൽ നിന്ന് പുറത്ത് കടക്കുക എന്നുള്ളത്. അപ്പം ഈ രണ്ട് സ്റ്റിമുലസും റെസ്പോൺസിൻ്റെയും ഇടയ്ക്ക് ഒരു മീഡിയേഷണൽ പ്രോസസ്സ് ഉണ്ടായിട്ടുണ്ടെന്നും അത് a mediational process was occurring. The rats were actively processing information in their brains by mentally using their cognitive maps. അപ്പം ഒരു മീഡിയേഷണൽ പ്രോസസ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. ആ മീഡിയേഷണൽ പ്രോസസ്സ് എന്താണ്? ഒരു മെൻ്റൽ ഇമേജ്, ആ ഒരു എൻവയോൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു മാപ്പ് ഈ റാറ്റിൻ്റെ ബ്രെയിനിൽ മെൻ്റലി ഫോം ചെയ്യുന്നുണ്ടെന്നും അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ ആ സൊല്യൂഷൻ, അതായത് ഈ ഒരു കോൺസെപ്റ്റാണ് ലേറ്റൻ്റ്ലി ലേൺഡ് എന്ന് പറയാനായിട്ട് കാരണം ആദ്യത്തെ 10 ദിവസം റിവാർഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഒരു മെൻ്റൽ ഇമേജ് ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ട്, ഇതാണ് വഴി എന്നുള്ളത്. പക്ഷെ പിന്നീട് അവർക്ക് മോട്ടിവേഷൻ കിട്ടുമ്പോൾ അവർ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റിമുലസും റെസ്പോൺസിൻ്റെയും ഇടയ്ക്ക് ഉണ്ടാകുന്ന ഒരു മീഡിയേഷണൽ പ്രോസസ്സ്, അത് എന്ത് വഴിയാണ് ഉണ്ടായത്? ഒരു കോഗ്നിറ്റീവ് മാപ്പ് വഴിയാണ് ആ ഒരു മീഡിയേഷണൽ പ്രോസസ്സ് ഉണ്ടായത്. അതാണ് ആക്ച്വലി നമ്മളിൽ ലേണിങ്ങിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത്. എന്താണ് കോഗ്നിറ്റീവ് മാപ്പ്? Tolman coined the term cognitive map, which is an internal representation or image of external environmental feature or landmark. ഇപ്പം നമുക്കൊരു പോകുന്ന വഴി, ആ വഴിയെക്കുറിച്ച് നമുക്കൊരു മെൻ്റൽ റെപ്രസെൻറ്റേഷൻ, ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഇമേജ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ആ ഇമേജിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോഗ്നിറ്റീവ് മാപ്പ് എന്ന് വിളിക്കുന്നത്. He thought that individuals acquire large number of cues from the environment and could use these to build a mental image of an environment. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ക്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ എൻവയോൺമെൻറ്റിൽ നിന്ന് ഒരുപാട് ക്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ക്യൂസാണ് ചില മെൻ്റൽ ഇമേജസ് ഫോം ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നത്. So by using these internal representation of a physical space, they could get
to the goal by knowing where it is in a complex of environmental features. അപ്പോൾ shortcuts and changeable routes are possible with these models. അപ്പോൾ നമുക്കൊരു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ, ഒരു ഫിസിക്കൽ സ്പേസിനെ പറ്റിയിട്ട് നമുക്കൊരു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതുവഴി നമുക്ക് ചില ഗോൾസ് അറിയാനും, അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവാനും, ഇനി ആവശ്യമെങ്കിൽ ചില ഷോർട്ട് കട്ട്സ് അല്ലെങ്കിൽ റൂട്ട് ചേഞ്ച് ചെയ്യണമെങ്കിലൊക്കെ ഇങ്ങനെ ഒരു ഇൻറ്റേർണൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടെങ്കിൽ പറ്റും എന്നാണ് പറയുന്നത്. സോ ഇപ്പം ആനിമൽസിനെ സംബന്ധിച്ച് അവർക്ക് മെമ്മറീസിൻ്റെ അകത്ത് ഇപ്പം പാസ്റ്റിൽ അവർക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും എന്നാണ് പറയുക. അപ്പോൾ റിവാർഡ് ഇവൻറ്റ് മെമ്മറീസ് അപ്പാരൻ്റ്ലി സെർവ് 2 ഇമ്പോർട്ടൻറ്റ് പേർപ്പസ്. അപ്പോൾ ഈ റിവാർഡ് ഇവൻറ്റ് മെമ്മറീസിന് 2 ഇമ്പോർട്ടൻറ്റ് പേർപ്പസാണ് ഉള്ളത്. ഒന്ന്, ദേ ഫങ്ഷൻ ആസ് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലൈ, directing the animal's behavior by signaling when or if ഫ്യൂച്ചർ റെസ്പോൺസ് വിൽ ലീഡ് ടു റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഈ പറയുന്ന റിവാർഡ് എന്ന് പറയുന്നത് ഒരു വേള എന്തായിട്ട് മാറുന്നു, ഒരു ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലസ് ആയിട്ട് മാറും. അതായത് ആനിമലിന് ചിലപ്പോൾ ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടും എന്നുള്ളതിനുള്ള ഒരു സിഗ്നലായിട്ട് അത് മാറുന്നുണ്ട്. അതാണ് ഡിസ്ക്രിമിനേറ്റീവ് സ്റ്റിമുലൈ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ പറയുക. Then reward memories serve a response enhancing function. ഒരു റെസ്പോൺസ് എൻഹാൻസിങ് ഫങ്ഷനും റിവാർഡ് മെമ്മറിക്ക് ഉണ്ട്. അതായത് മെമ്മറീസ് അസോസിയേറ്റഡ് വിത്ത് ബിഗർ റിവാർഡ്സ് ലീഡ് ടു ഗ്രേറ്റർ ഇൻക്രീസസ് ഇൻ റെസ്പോണ്ടിങ് ദാൻ ടു മെമ്മറീസ് ഓഫ് സ്മോൾ റിവാർഡ്സ് ഓർ നോൺ റിവാർഡ്സ്. അപ്പം നമുക്ക് വലിയ റിവാർഡ്സ് കിട്ടുന്നതാണെങ്കിൽ നമ്മൾ അത് പെട്ടെന്ന് കൂടുതൽ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. അതേസമയം ചെറിയ റിവാർഡോ അല്ലെങ്കിൽ റിവാർഡോ ഒന്നും ഇല്ലാത്ത അവസ്ഥയോ ആണെങ്കിൽ നമ്മൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നത് കുറച്ചുകൂടെ കുറവായിരിക്കും. അപ്പോൾ ഈ തിയറിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ആനിമലിൻ്റെ ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ വെറുതെ സ്റ്റിമുലസും റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ മാത്രമല്ല, കോഗ്നിറ്റീവ് പ്രോസസ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ട് എന്ന് പറയുന്ന തിയറിയാണ് ഇത് ടോൾമാൻ്റെ ലേറ്റൻറ്റ് ലേണിംഗ് തിയറി എന്ന് പറയുന്നത്. ടോൾമാൻ്റെ ലേറ്റൻറ്റ് ലേണിംഗ് തിയറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്.